കോസ്റ്റ് മെറ്റീരിയൽ റേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ എത്രയാണ് നമ്മളെ ഒരു വർക്കിന് നമ്മളിപ്പോൾ സെയിൽ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ എത്ര പൈസ പറയാം, ഓക്കെ ഞാൻ ഇത്രയെന്ന് എങ്ങനെയാണെന്ന് പറയാമെന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ അത് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പം എല്ലാ ആർട്ടിസ്റ്റിനും ഒരേ റൂളോ റേറ്റ് ഇങ്ങനെ ഇത്ര എന്നുള്ള രീതിക്കൊന്നും ഇരിക്കില്ല. അപ്പോൾ ഓരോ ആർട്ടിസ്റ്റിനും ഇപ്പം എനിക്ക് കറക്റ്റ് റേറ്റ് നിങ്ങൾ ഈ വർക്കിന് ഇത്രയാണ് റേറ്റ് എന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങളെ റേറ്റ് എന്താണെന്ന് ഞാനല്ല ഡിസൈഡ് ചെയ്യേണ്ടത്, നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. കാര്യം നിങ്ങളെ വർക്കാണ്, നിങ്ങളാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളെ വർക്കിന് എത്രയെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനൊരു റൂളോ അല്ലെങ്കിൽ ഒരു ഫോർമുല എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഫോർമുല ഉണ്ട്, എങ്ങനെയാണ് നമ്മൾ റേറ്റ് ഡിസൈഡ് ചെയ്യുക. ഓക്കെ ഈ വർക്കിന് ഇത്രയും എങ്ങനെയാണ് ഞാൻ പറയുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതല്ലാണ്ട് എന്നോട് കുറച്ച് പേര് ചോദിക്കേണ്ടായിരുന്നു ഈ വർക്കിന് ഞാൻ എത്ര പൈസ കൊടുത്തിട്ടാണ് സെയിലാക്കേണ്ടത് അല്ലെങ്കിൽ എത്ര പറയണം എന്നൊക്കെ ഉള്ളത്. അത് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളാണ് അത് ചെയ്തത്. അപ്പം നിങ്ങൾക്കാണ് നിങ്ങളെ വർക്കിൻ്റെ വേർത്ത് അറിയുക, അല്ലാണ്ട് എനിക്കല്ല. ഓക്കെ ഇതെല്ലാവർക്കും ഒന്നായിരിക്കില്ല, പല ആർട്ടിസ്റ്റുകളും പലതായിരിക്കും യൂസ് ചെയ്യുക. അപ്പം ഞാൻ ഇതാണ് ഫോളോ ചെയ്യുന്നത്, എനിക്കിത് കുറച്ചും കൂടി എളുപ്പമായി തോന്നി. ഇനിയിപ്പോൾ ഇതല്ല നിങ്ങൾക്ക് വേറെ മെത്തേഡ് ഉണ്ട്, നിങ്ങൾ ഇതിലും കുറച്ചും കൂടി നല്ലതാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതും ഇതുപോലെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഒരു ഫിക്സ്ഡ് എമൗണ്ട് അല്ലെങ്കിൽ ഒരു ഇത്ര എമൗണ്ട് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അതായത് മെറ്റീരിയൽ കോസ്റ്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് പോലെ. അപ്പം അതെന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, പെയിൻറ്റ്, ക്യാൻവാസ്, അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ ആൾക്ക് കൊടുക്കുകയല്ലേ, അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഈ വാങ്ങിയ സാധനത്തിൻ്റെ കോസ്റ്റ്. ഇപ്പോൾ ബ്രഷ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഫിക്സ്ഡ് അസറ്റാണ്, കാരണം നമ്മൾ എല്ലാ പെയിൻറ്റിങ്ങിനും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, അത് നമുക്ക് അവർക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒന്നും റേറ്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ട. അതല്ലാതെ നിങ്ങൾ അവർക്ക് കൊടുത്തു വിടുന്ന കാര്യങ്ങളുണ്ടല്ലോ, ക്യാൻവാസ് പോലത്തെ മെറ്റീരിയലിൻ്റെയൊക്കെ കോസ്റ്റ്, ഇപ്പോൾ നിങ്ങൾ ഫ്രെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രെയിമിങ്ങിൻ്റെ കോസ്റ്റ്, അപ്പം അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വരാം. അപ്പം ഇനി ഇതിന് പുറമെ നിങ്ങൾ ചിലപ്പം ഡയറക്റ്റ് ആയിരിക്കില്ല സെയിൽ ചെയ്യുക, ചിലപ്പം വല്ല ഷോപ്സ് വഴിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എക്സിബിഷന് വെച്ചിട്ടോ, ഇനി അതുമല്ല വല്ല ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെയാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്കൊരു കമ്മീഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ കമ്മീഷനും കൂടി ഈ ഒരു ഫിക്സ്ഡ് അസറ്റിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 5 ഓപ്ഷൻസ് ടു സെയിൽ യുവർ ആർട്ട് വർക്ക് അറ്റ് ഹോം എന്നുള്ളൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അത് റിലേറ്റഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കാര്യം കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ടൈം എടുത്തിട്ടാണ് നമ്മളെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതെന്നുള്ളത്. അപ്പം അത് വർക്ക് ടൈം കൺസിഡർ ചെയ്യേണ്ടത് അവേഴ്സിലാണ്. ഇത്ര മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്, ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ അത്ര മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതെന്ന് നോക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുമ്പം ടൈം എത്രയാണ് നിങ്ങൾ എടുത്തതെന്ന് നോക്കി വെക്കുക. എന്നിട്ട് ഈ ടൈമിൻ്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് എമൗണ്ട്, അതായത് ഇപ്പം നിങ്ങൾ ചെയ്യുന്ന 1 മണിക്കൂറിന് ഇത്രയാണ് പൈസ അല്ലെങ്കിൽ ഇത്രയാണ് എമൗണ്ട് എന്നുള്ള രീതിക്ക് കൺസിഡർ ചെയ്യാം. അപ്പം അതായത് 1 മണിക്കൂറിന് നിങ്ങളിപ്പോൾ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 1 മണിക്കൂറിന് ഒരു 50 റുപ്പീസോ അല്ലെങ്കിൽ 100 റുപ്പീസ് ആണെന്നുള്ളത് നിങ്ങൾ ഫിക്സ്ഡ് ആക്കി വെക്കുക. ഈ കോൺസ്റ്റന്റ് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും, നിങ്ങൾ എല്ലാ വർക്കിനും കോൺസ്റ്റന്റ് എമൗണ്ട് ഫിക്സ്ഡ് ആയിരിക്കും. ഇപ്പം നിങ്ങൾ ഇങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയി നിങ്ങൾ വർക്കിന് ഭയങ്കര ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമയത്തിനും അതേപോലെ റേറ്റ് കൂട്ടുക ആ രീതിക്ക്. അപ്പം നിങ്ങളൊരു കോൺസ്റ്റന്റ് എമൗണ്ടിനെ കൊണ്ട് ഈ ടൈമിനോട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ടൈം എന്തായിരിക്കണം, അവേഴ്സിലായിരിക്കണം. ഓക്കെ മൂന്നാമത്തെ കാര്യം കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മളെ ഏരിയ ഓഫ് ദ വർക്ക്. അപ്പം അതായത് എത്ര വലിയ വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ കുഞ്ഞു വർക്കാണെങ്കിൽ നാച്ചുറലി നമുക്ക് ചെറിയ റേറ്റ് ഉണ്ടാവുള്ളൂ, വലിയ വർക്കാണെങ്കിൽ അതുപോലെ തന്നെ ലാർജർ റേറ്റ് എന്നുള്ള രീതിക്ക്. അപ്പം അതും ടൈം കൺസിഡർ ചെയ്ത പോലെ തന്നെ ഇവിടെ ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഏരിയ കൺസിഡർ ചെയ്യാൻ ഫീറ്റിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മളെ ഏരിയ ഇപ്പോൾ 2x2 FT ഉള്ള പെയിൻറ്റിങ് ആണെങ്കിൽ അപ്പോൾ പ്രിറ്റി ലാർജ് അല്ലേ, 2x2 എന്ന് ഇടുക. ആ 2x2ൻ്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് നിങ്ങളെ വർക്കിന്റെ പെർ ഏരിയ റേറ്റ്. അപ്പൊ അതായത് ഇത്ര ഏരിയക്ക് നിങ്ങൾ ഇത്രയാണ് റേറ്റ്. അപ്പം നിങ്ങളെ വർക്ക് എത്ര വർത്ത് ആണെന്ന് തോന്നുന്ന അനുസരിച്ചിട്ട് നിങ്ങൾ അതിന് ഇത്ര റേറ്റ് ആണ്. അപ്പോൾ 1000 റുപ്പീസോ 50 റുപ്പീസോ 100, നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ വർത്ത് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെൻഷൻ ചെയ്യുക. അതൊരു കോൺസ്റ്റന്റ് എമൗണ്ട് ആക്കി വെക്കുക. എന്നിട്ട് ആ എമൗണ്ടിന്റെ കൂടെ ഏരിയ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇപ്പം നമുക്ക് 3 കാര്യമായി. ആദ്യത്തേത്
കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട്, രണ്ടാമത്തത് ടൈം ടേക്കൺ ഫോർ ഡൂയിങ് ഇറ്റ്, തേർഡ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ വർക്ക്, എത്ര വലിയ വർക്കാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ 3 കാര്യവും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടി. ഇനി ഇത് 3ഉം കൂടി സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ വർക്കിൻ്റെ റേറ്റ് കിട്ടും. ഓക്കെ, ഇപ്പം കുറച്ചും കൂടി എളുപ്പമായില്ലേ? നമ്മൾ ഗസ് ചെയ്യുന്നതിനെക്കാട്ടും ഓക്കെ ഇതായിരിക്കും എൻ്റെ വർക്കിൻ്റെ റേറ്റ്സ്, അല്ലെങ്കിൽ റാൻഡം ആയിട്ട് നമ്മൾ ഒരാളടുത്ത് പോയി പറയുകയാണ് ഓക്കെ ഇത് മതി എനിക്ക്, അല്ലെങ്കിൽ ഇത്ര വേണം എന്ന് പറയുന്നില്ല. നല്ലത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഒരു റേറ്റ്, ഒരു ഫോർമുല പോലെ ഇതുപോലെ ഉണ്ടാക്കി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതാണ് നമുക്ക് നല്ലതും. ഇനി നിങ്ങൾ എന്നോട് ചോദിക്കുക എങ്ങനെയാണ് ഈ കോൺസ്റ്റൻസിനെ ഡിസൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ കോൺസ്റ്റൻസിനെ ഡിസൈഡ് ചെയ്യുക എന്നുള്ളത് ഒന്ന് നിങ്ങളെ സ്വയം ഒരു നിങ്ങളെ വർക്ക് ഇത്ര വേർത്താണെന്ന് തോന്നുന്ന ഒരു എമൗണ്ട് കൺസിഡർ ചെയ്യുക. പിന്നെയെന്ന് പറയുന്നത് നമ്മളെ ആക്ച്വൽ മാർക്കറ്റ് വാല്യൂ എന്താണെന്ന് റിസർച്ച് ചെയ്യുക. അപ്പം അതായത് കുറേ വെബ്സൈറ്റ്സിലൊക്കെ പോയി നോക്കുക, നിങ്ങളെ പോലത്തെ ഉള്ള അല്ലെങ്കിൽ അതുപോലെ ഏകദേശമുള്ള വർക്ക്സ് ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ എങ്ങനെയാണ് റേറ്റ് ചെയ്തിരിക്കുന്നത്, അപ്പം ആ ഒരു റേറ്റ് എന്താണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പം നിങ്ങൾ അത് കൺസിഡർ ചെയ്യുമ്പം റിസർച്ച് ചെയ്യുമ്പം നിങ്ങളെ ലെവലുള്ള ആർട്ടിസ്റ്റ്, അതായത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പേര് കേട്ട ആർട്ടിസ്റ്റുകളെ വർക്ക് പോയി നോക്കരുത്. കാര്യം അവരുടെ വർക്കിന് ഓൾറെഡി ഭയങ്കര വർത്ത് ആയിരിക്കും, അതേപോലെ തന്നെ അത് നാച്ചുറലി ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പം അങ്ങനെ പോയി നോക്കിക്കഴിഞ്ഞാൽ കാര്യമില്ല. നമ്മളെ ലെവലിൽ ഇപ്പം ബിഗിനേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ആരെങ്കിലും വെബ്സൈറ്റോ ലിങ്കുകളോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് ഓൺലൈനിൽ എന്തായാലും കാണും. കുറേ ബിഗിനേഴ്സിൻ്റെതും നമ്മളെ ലെവലിൽ ഓരോ ആർട്ടിസ്റ്റിൻ്റെ ലെവലിലുള്ള വർക്കുകൾ എന്തായാലും സെയിലുണ്ടാവും. അപ്പം അത് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എത്രയാണ് നിങ്ങൾക്ക് ആ ഒരു കോൺസ്റ്റന്റിന് വാല്യൂ കൊടുക്കേണ്ടത്. ഇനി ഇതല്ലാതെ നിങ്ങൾ സെയിൽ ചെയ്യാൻ പോകുന്ന ഷോപ്പിൽ അവരുടെ റിക്വയർമെന്റ് എന്താണ്, അപ്പോൾ അവർ നിങ്ങൾ പറയണം അവരോട് എത്ര റേറ്റ് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരോട് ജസ്റ്റ് ചോദിച്ചു നോക്കുക എന്താണ് നോർമൽ റേറ്റ്, ഇവിടെ സെയിലായി പോകുന്ന ആർട്ട് വർക്കിന്റെ റേറ്റുകൾ എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത് നിങ്ങളെ ഏരിയയിൽ ചോദിച്ചു നോക്കുക. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പിന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മളെടുക്കുന്ന ആർട്ട് വാങ്ങുന്ന ആൾക്കാർ അവരുടെ റിക്വയർമെന്റ് എന്താണെന്നും കൂടി ചോദിച്ചു നോക്കുക. നിങ്ങൾ ഭയങ്കര റേറ്റിൽ ഒരു സാധനം ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അഫോർഡബിൾ ആയിരിക്കില്ല. അപ്പം ഒരുപാട് റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വർക്ക് സെയിൽ ആവില്ല. തീരെ റേറ്റ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരും. അപ്പം നിങ്ങൾ അതിന് അനുസരിച്ചുള്ള റിസർച്ചൊക്കെ നടത്തി കൂടുതൽ ആൾക്കാരോട് ചോദിച്ചിട്ട് നിങ്ങളെ റേറ്റ് ഫൈനലൈസ് ചെയ്യുക. അപ്പോൾ കുറച്ചൊക്കെ ഹോംവർക്ക് ഞാൻ നിങ്ങൾക്ക് തരണ്ടേ, അപ്പോൾ ഇങ്ങനത്തെ ഹോംവർക്കുകളൊക്കെ നിങ്ങൾ ചെയ്യുക, കുറച്ച് റിസർച്ചൊക്കെ ചെയ്യുക, കൂടുതൽ ആൾക്കാരോട് ചോദിക്കുക എങ്ങനെയാണ് റേറ്റ് ഡിസൈഡ് ചെയ്യുക, എന്തൊക്കെയാണ്. ഇപ്പോൾ ഷോപ്സിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർട്ടിസ്റ്റോടല്ല നിങ്ങൾ ചോദിക്കുന്നത്, അവരുടെ റേറ്റ് എന്താണെന്ന് പറയുന്നത്. അപ്പം ആ റേറ്റൊക്കെ വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. പിന്നെ ഓൺലൈനിലൊക്കെ കാണുന്ന റേറ്റുകളെ വെച്ചിട്ട് നോക്കുക. ഇതൊക്കെ നിങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ഫോർമുലയിൽ ഇട്ടിട്ട് നിങ്ങളുടെ റേറ്റ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.